എല്ലാവർക്കും ദേവി കൃപ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു അവിൽ വടയാണ്. അപ്പോൾ അവിൽ വട ഉണ്ടാക്കുന്നതിനായി നമുക്ക് കിച്ചണിലേക്ക് പോകാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും ദേവി കൃപ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അവിൽ വെച്ചിട്ടൊരു വടയാണ് കേട്ടോ. അപ്പൊ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ ഓരോന്നായിട്ട് പറയാം. ഇങ്ങനെ അവിൽ ഞാനൊന്ന് ഒരു കപ്പോളം അവിൽ എടുത്തിട്ട് ഞാനിതൊന്ന് കുതിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് ഞാൻ ഇതിലേക്ക് ഇടുകയാണേ. കണ്ടില്ലേ, ഇത് കുറച്ച് കുതിർത്തി വെച്ചതുകൊണ്ട് ഇങ്ങനെ വരും. കണ്ടില്ലേ, എന്നിട്ട് കുറച്ച് അവില് നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതാ കണ്ടില്ല, ഇങ്ങനെ കുതിർത്തി വെച്ച അവിലാണ് കേട്ടോ. അതായത് ഒരു 2-3 മിനിറ്റ് കുതിർത്തിയിട്ട് അങ്ങനെ വെള്ളം ഒന്ന് മാറ്റിയിട്ട് ഞാൻ എടുത്തു കേട്ടോ. എന്നിട്ട് പിന്നെ അടുത്തത് ഞാൻ ഇതിലേക്ക് ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോ ഇതില് പച്ചമുളകും ഇഞ്ചിയും സവാളയും കൂടി ചോപ്പ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്യണേ. അപ്പോൾ ഞാൻ ഇതൊന്ന് ഇതിലേക്ക് മിക്സ് ചെയ്യാം കേട്ടോ. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ, പച്ചമുളക്, പിന്നെന്താ, സവാള, ഇഞ്ചി, ഇത്രയും ചോപ്പ് ചെയ്തത് ഞാൻ ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്യാണ്. അപ്പൊ ഞാൻ ഇതിൽ ഒരു സവാളയും ഒരു 3-4 പച്ചമുളക് കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ അതിനുശേഷം അപ്പൊ ഞാൻ എന്താ ഇതിൽ 3 സ്പൂൺ, ഞാനത് വീഡിയോ എടുത്തില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ 3 സ്പൂണ് അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാനൊരു 2 സ്പൂണോളം റവയും ഇടുകയാണ് കേട്ടോ. ഇതില് കണ്ടില്ലേ, ഒരു 2 സ്പൂണോളം റവ ഇടുകയാണ്. എന്നിട്ട് ഞാൻ ഇതൊന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്യാണ് കേട്ടോ. അത് ഞാൻ നിങ്ങളെ കാണിച്ചില്ല, വീഡിയോ എടുത്തില്ല ഞാൻ അരിപ്പൊടി ഇട്ടപ്പോൾ, അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടി ഇത് കാണിച്ചത് കേട്ടോ. എന്നിട്ട് ഇത് നല്ലവണ്ണം കൈ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. കണ്ടില്ലേ, നന്നായിട്ട് മിക്സ് ചെയ്യണം. കാരണം ഇതാ വെള്ളം നനവിലാണ് ഇതെല്ലാം കൂടി ഒന്ന് ജോയിന്റ് ആയിട്ട് ഇരിക്കുക. അപ്പൊ അരിപ്പൊടി, കുറച്ച് റവ, ഞാൻ ഇതൊന്ന് നോക്കിയിട്ട് ചിലപ്പോ 1 സ്പൂൺ അരിപ്പൊടിയും കൂടി വേണ്ടി വരും, അത് നോക്കട്ടെ ഞാൻ. അപ്പൊ ഇതിങ്ങനെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് നമ്മൾ ഒരു ഇത്തിരി അരിപ്പൊടിയും കൂടി ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഞാൻ 1 സ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ടു. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. അപ്പോൾ ഞാൻ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തെളിച്ചെടുക്കുന്നുണ്ട്. കാരണം ഇതൊന്ന് നമ്മളൊരു മാവ് പോലെ, അതായത് ചപ്പാത്തി ഒക്കെ ഇടിയപ്പൊക്കെ കുഴയ്ക്കുമ്പോൾ ഉള്ള ഒരു മാവ് പോലെ നമുക്കൊന്ന് ആക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നമുക്കിത് വട ഉണ്ടാക്കുമ്പോൾ എളുപ്പത്തിന് ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിങ്ങനെ ഒന്ന് വെള്ളം തെളിക്കുക, കുറച്ച് വെള്ളം തെളിച്ച് ഇതൊന്ന് ഇങ്ങനെ ആ ഒരു ഇതിലേക്ക് ആക്കിയെടുക്കുക. എന്നിട്ട് നോക്കാം നമുക്ക് കേട്ടോ. എൻ്റെ കയ്യിൽ ഇത് ഒട്ടിപ്പിടിക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, കുറച്ചൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ ഇതൊന്ന് കുഴച്ചെടുക്കുകയാണേ. കയ്യിൽ ഇത് ഒട്ടിപ്പിടിക്കും, അതുകൊണ്ട്. എന്നിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതൊന്ന് സെറ്റാക്കിയിട്ട് ഇങ്ങനെ ചെയ്ത് നമ്മൾ സെറ്റാക്കണം നമ്മൾ. ഓക്കെ, ഇപ്പൊ കണ്ടില്ലേ, ഇങ്ങനെ ഒന്ന് നമ്മളിതൊന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ. അപ്പൊ കയ്യിലാവും. അപ്പൊ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തൊട്ടിട്ട് ഇങ്ങനെ ആക്കി എടുത്തത്. അപ്പൊ നമുക്ക് ഇത് ആ ഒരു വടയുടെ ഷേപ്പിൽ നമുക്ക് ഇടാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവം കേട്ടോ. ഇനി ഞാനൊന്ന് കൈ കഴുകിയിട്ട് വരാം. അതിനുശേഷം ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണേ. ഇങ്ങനെ തന്നെ ഒഴിക്കുമ്പോൾ കുറേ സമയം എടുക്കും, അതുകൊണ്ട് ഞാൻ അടപ്പ് തുറന്നൊന്ന് ഒഴിക്കട്ടെ. കുറച്ച് വെളിച്ചെണ്ണ, അതായത് ഇത് ഫ്രൈ ചെയ്യാനുള്ള കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ ഗ്യാസ് ഓൺ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഗ്യാസ് ഓൺ ചെയ്തു. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു
ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെക്കുക കേട്ടോ. അപ്പൊ വെള്ളം ഒന്ന് കയ്യിൽ തടവിയിട്ട് നമ്മുടെ ഈ മാവ് ഉണ്ടല്ലോ, നമ്മളിപ്പോ കുഴച്ച് വെച്ച മാവ്, അത് നമുക്കൊന്ന് ഉരുട്ടി എടുക്കണം. അപ്പൊ ഉപ്പ് ഉണ്ടോന്ന് നിങ്ങൾ നോക്കണം കേട്ടോ. ഞാൻ നേരത്തെ കുറച്ച് ഉപ്പ് ഇട്ടല്ലോ. അപ്പൊ ഇതിങ്ങനെ ഉരുട്ടി എടുത്തിട്ട്, അപ്പൊ കയ്യിൽ ഞാൻ കുറച്ച് വെള്ളം തടവിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ കയ്യിൽ വെച്ചിട്ട് നമ്മള് എന്ത് വടയാന്നറിയോ, നമ്മള് ഉഴുന്നുവടയ്ക്ക് നമ്മൾ ഓട്ട ഉണ്ടാക്കില്ലേ, ഇതുപോലെ അതുപോലെ ഉണ്ടാക്കി നമ്മൾ വെക്കുക. അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ഇടാൻ എളുപ്പമായിരിക്കും. അപ്പൊ നമ്മൾ കയ്യിൽ കുറച്ച് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എല്ലാം കൂടി എനിക്ക് കണ്ടില്ലേ, ഇത് മാവ്. അതിൽ നിന്ന് ഞാൻ ഇങ്ങനെ ഉരുളെടുക്കുകയാണ്. ഒരു ഉരുളെടുത്തു. എന്നിട്ട് വെളിച്ചെണ്ണ തിളപ്പിക്കാൻ വെച്ചതുകൊണ്ട് ആയിക്കൊണ്ടിരിക്കണേ ഉള്ളൂ. അപ്പോൾ എന്നിട്ട് ഇതിങ്ങനെ ഉരുട്ടി ഉരുട്ടി എടുക്കുകയാണ്, കണ്ടില്ലേ. എന്നിട്ട് അത് ഈ കയ്യിൽ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വെള്ളത്തിൽ കൈ തൊട്ടിട്ട് ഞാൻ ഇതിങ്ങനെ അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും നമ്മളൊന്ന് ഹോളിട്ട് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ കുറച്ചധികം, ഞാനിപ്പോൾ കണ്ടില്ലേ, ഞാനൊരു പ്ലേറ്റിൽ 2 എണ്ണം എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ചധികം ഞാൻ ഉണ്ടാക്കട്ടെ കേട്ടോ. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണേ. വെളിച്ചെണ്ണ ചൂടായി. ഞാൻ ഇങ്ങനെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വട. അത് ഞാൻ ഇതിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കുകയാണ്. കണ്ടില്ലേ, ഓരോന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ എല്ലാം അത് ഒരു 4 വടയില്ല അത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇത് കുറച്ച് വെച്ചു കേട്ടോ. അതൊന്നും ആവട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കണ്ടില്ലേ, വട ഇങ്ങനെ ഈ ഷേപ്പിലായി. കണ്ടില്ലേ, നമുക്ക് ഏകദേശം ഒരു ഉഴുന്നുവടയുടെ പോലെ ഇരിക്കും. പക്ഷെ ഇത് അവിൽ വടയാണ്. നമുക്ക് അരക്കുകയും വേണ്ട, ഒന്നും വേണ്ട. കുറച്ച് അവിലുണ്ടെങ്കിൽ ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിലുണ്ടാവൂലോ. അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവിൽ വടയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ആയ ശേഷം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ വട ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് എടുത്ത് ഇടാം. ഇവിടെ ഞാനൊരു സ്ട്രെയിനറിൽ ടിഷ്യൂ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ആയ ശേഷം നമുക്ക് അതിലേക്ക് ഇടാം. ഇപ്പോൾ ഓൾമോസ്റ്റ് ആയി തുടങ്ങി. കണ്ടില്ലേ, ഇനി ഇത് ഇത്തിരിയും കൂടിയും ഒന്ന് ഫ്രൈ ആയ ശേഷം നമുക്ക് അടുത്ത ട്രിപ്പ് ഇടാം കേട്ടോ. അപ്പൊ ഇത് പെട്ടെന്ന് നമുക്കിപ്പോ ഒരു ഗസ്റ്റ് ഒക്കെ വരികയാണെങ്കിൽ തന്നെ ആ അവിലൊന്ന് ഒരു 2 മിനിറ്റോളം ഒന്ന് വെള്ളത്തില് കഴുകി കുതിർത്തെടുത്തിട്ട് നമുക്ക് ബാക്കിയെല്ലാം സവാള കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവൂല. പെട്ടെന്ന് ഒരു അവിൽ വട ഉണ്ടാക്കാം. അപ്പൊ അതാണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കണേ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വട, പക്ഷെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അങ്ങനെ നമുക്ക് അവിൽ വട ഉണ്ടാക്കാം. കണ്ടില്ലേ നിങ്ങള്, ആയി തുടങ്ങി. ഒന്നും കൂടി ഒന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്കിതെടുക്കാം. ഓക്കെ, കണ്ടില്ലേ, വട ആയി തുടങ്ങിട്ടോ. അപ്പൊ നമുക്കിത് ഉള്ളിലും കുക്കായിട്ടുണ്ട്. കാരണം ഇത് അത്ര എന്താ പറയാ, കുക്ക് ചെയ്യാൻ പറ്റുന്ന അത്ര അധികം ഡീപ്പായിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊന്നും ഇതിലില്ല. അപ്പൊ ഇത് ഓൾറെഡി ഇത് ഫ്രൈഡ് ആയി. ആ സവാളയൊക്കെ നന്നായി ഫ്രൈഡ് ആയ അതാണിത് ഒരു പരുവം. കണ്ടോ, നല്ല ഒരു പരുവത്തിൽ നമുക്കിതെടുക്കാം. ഞാൻ അപ്പുറത്തേക്ക് വെക്കണ്ടേ, എന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം. കണ്ടില്ലേ, അപ്പൊ ഞാൻ 4 എണ്ണം ഉണ്ടാക്കിയത് ഇതിലിട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അടുത്ത ട്രിപ്പ് ഇടാം കേട്ടോ. അപ്പൊ ഇടുമ്പോ എപ്പോഴും ശ്രദ്ധിക്കുക, മേത്തേക്ക് തെറിക്കാതെ പതുക്കിടണം കേട്ടോ. അപ്പൊ ഞങ്ങള് ഇവിടെ 3 പേരേ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ഒരു ചെറിയ കപ്പിൽ അവിലെടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. നമ്മുടെ വീട്ടിൽ എത്രത്തോളം ആളുകൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് അതനുസരിച്ചിട്ട് നമുക്ക് ക്വാണ്ടിറ്റി കൂട്ടാം. ഇപ്പൊ എനിക്കൊരു 14 വടക്കുള്ള ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഞാനിപ്പോ ഇതിങ്ങനെ റെഡിയാക്കി വെച്ചേക്കണത് 14 വടക്കുള്ളതാണ്. അപ്പൊ 4 എണ്ണം ഉണ്ടാക്കി. ഇനി 10 എണ്ണം കൂടി ഉണ്ടാക്കാനുള്ളത് എന്റെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഉണ്ടാക്കിയിട്ട് പിന്നെ ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതിപ്പോ 2ാമത്തെ ട്രിപ്പും ആയി തുടങ്ങിട്ടോ. ഞാൻ ഇതൊന്നിട്ട് ഒന്ന് തിരിച്ചിടുകയാണേ. കണ്ടില്ലേ, ഒരു ഗോൾഡൻ കളറ് ആയി തുടങ്ങി. അപ്പൊ നമുക്കറിയാം, കാരണം ഇതിന്റെ ഈ
നോക്കൂ, എന്നിട്ട് ഈ സവാളയൊക്കെ ഇങ്ങനെ ഫ്രൈ ആയി ബ്രൗൺ കളറിഷായി വന്ന് ബ്രൗൺ കളർ ആയാൽ നമുക്കിത് ആയി എന്ന് മനസ്സിലാക്കാം കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു കണക്ക്. ഓക്കെ, ഇപ്പോഴും ആയി തുടങ്ങി കണ്ടില്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് വെച്ചിട്ട് നമുക്ക് അതെടുക്കാം. ഓക്കെ, ഇത് എനിക്കൊരു 12 വടക്കുള്ളത് ആയിട്ടുണ്ട്. ഇനി 2 എണ്ണം കൂടി ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഒരു 14 വട ഒക്കെ ഉള്ളതാണ് കണക്ക് കേട്ടോ. എന്താ ഈ ഒരു കപ്പിലാണ് ഞാൻ അവിലെടുത്തത് കേട്ടോ. അത് നിങ്ങളെ കാണിക്കുകയാണ്. അപ്പോൾ ഇതാ കണ്ടില്ലേ നിങ്ങൾ, ഇതാണ് അവിൽ വട. ഓക്കെ, അപ്പോൾ എല്ലാവരും എൻ്റെ ഈ ചാനലൊന്ന് കാണണം. എന്നിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയിൽ നിങ്ങളോടൊരു കാര്യം പറയാൻ മറന്നു. ഇതിൽ മല്ലിയില ഇടാം കേട്ടോ. മല്ലിയില ചോപ്പ് ചെയ്തിട്ടാൽ നല്ല സ്വാദാണ്. പക്ഷെ എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തത് കൊണ്ടാണ് ഞാനത് ഇടാഞ്ഞത്. പിന്നെ വേണമെങ്കിൽ മേത്തി ലീവ്സ് ഇടാം. അപ്പോൾ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത്. അപ്പോൾ അത് ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ.